السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഖുൽ, പറയുക, ചോദിക്കുക. ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അഅ്മാലുകൾ ചെയ്തുകൊണ്ട് അഖ്സറായിത്തീരുന്നവരെ കുറിച്ച്, ഏറ്റവും വമ്പിച്ച പരാജയത്തിൽ അകപ്പെട്ടു പോകുന്ന, കർമ്മങ്ങൾ ചെയ്ത് വമ്പിച്ച പരാജയത്തിൽ അകപ്പെടുന്ന ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. പരാജിതരായ ആളുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അവര് ഈ ദുനിയാവിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകൾ മാനിക്കുകയോ ചെയ്തവരല്ല.
ഐഹിക ജീവിതത്തെ അവർക്ക് സാധിക്കുന്ന രൂപത്തിലൊക്കെ ആസ്വദിച്ചവരാണവർ. ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരല്ല അവര് അവരുടെ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ, അവരുടെ അഭിലാഷങ്ങൾക്ക് പിന്നിൽ ജീവിതത്തിന്റെ സുഖങ്ങൾ തേടി സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ നോക്കിപ്പോയ ആളുകളാണ്. അവർക്ക് ദുനിയാവിൽ അവരുദ്ദേശിച്ചത് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവരുദ്ദേശിച്ചത് മുഴുവൻ കിട്ടിയില്ലെങ്കിലും അല്പമെങ്കിലും കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പരലോകത്ത് വന്നപ്പോൾ കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾ ഇതൊരു വിഭാഗം. എന്നാൽ ഇതിനേക്കാളും ഹതഭാഗ്യരായിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അവരെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. അമല് ചെയ്തുകൊണ്ട് അവര് ദീനിൽ വിശ്വാസമുള്ളവരാണ്. പരലോകത്തെക്കുറിച്ചും അവർക്ക് ചില സങ്കല്പങ്ങളൊക്കെയുണ്ട്. അതുപോലെ തന്നെ ദീനിന്റെ കൽപ്പനകളിലും വിലക്കുകളിലും അവര് ശ്രദ്ധ കൊടുക്കുന്നവരാണ്. കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്യണം, ഒരുപാട് പ്രവർത്തിക്കണമെന്നുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. അവര് ദുനിയാവ് ആസ്വദിച്ചതുമില്ല. എന്നാൽ പരലോകത്ത് വരുമ്പോൾ അവർ ദുനിയാവിൽ കുറെ നിയന്ത്രണങ്ങൾ പാലിച്ച് കുറേയധികം കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു. ആ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ആ നിയന്ത്രണങ്ങളും ആ വിലക്കുകളും അതൊന്നും അവർക്ക് ഉപകരിക്കാതെ പോയി. ഫലത്തിൽ ദുനിയാവും നഷ്ടപ്പെടുന്നു, പരലോകവും നഷ്ടപ്പെടുന്നു. അവരാണല്ലോ ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് അമല് ചെയ്ത് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുന്നവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു ആജ്ഞാപിക്കുന്നത്. ആരാണവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വിവരണം, ഐഹിക ജീവിതത്തിൽ വെച്ച് അവർ ചെയ്തിട്ടുള്ള സഅയുകൾ, അവരുടെ പരിശ്രമങ്ങൾ അത് തെറ്റായിപ്പോയി, പിഴച്ചുപോയി എന്നുള്ളതാണ്. അല്ലദീന അവർ, ളല്ല സഅയുഹും അവരുടെ പരിശ്രമങ്ങൾ പിഴച്ചുപോയി. പരിശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ഒരുപാട് അധ്വാനിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ആ പരിശ്രമങ്ങളൊന്നും നേരായ രൂപത്തിലായിരുന്നില്ല, പിഴച്ചവയാണ്. അങ്ങനെയുള്ള ആളുകൾ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പരലോകത്ത് രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അന്ന് ചില മുഖങ്ങൾ ആമിലത്തുൻ, ഒരുപാട് അധ്വാനിച്ചു വന്ന ആളുകളാണ്, അമല് ചെയ്തു വന്നവരാണ്. നാസിബ, അമല് ചെയ്ത് ക്ഷീണിച്ച ആളുകളാണ്. ഒന്നും ചെയ്യാതെ വന്നവരല്ല, അല്ലെങ്കിൽ ഐഹിക ജീവിതത്തെ അറമാദിച്ചവരല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച മുഖങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. തസ്ലാ നാറൻ ഹാമിയ, അതികഠിനമായ നരകാഗ്നിയിൽ അവർ ജ്വലിപ്പിക്കപ്പെടുകയാണ്, കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അധ്വാനിച്ച്, ദുനിയാവിൽ ഒരുപാട് അധ്വാനിച്ച് ആ അധ്വാനമൊന്നും ഫലം കാണാതെ അതെല്ലാം വഴിതെറ്റിപ്പോയി. അങ്ങനെ അധ്വാനിച്ച് ക്ഷീണിച്ച മുഖവുമായി വന്നു. ഒരുപാട് അധ്വാനിച്ചുവെങ്കിലും ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ അവര് ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ വെച്ച് അവർ നടത്തിയിട്ടുള്ള സഅയുകൾ, പരിശ്രമങ്ങൾ അത് പാളിപ്പോയി, പിഴച്ചുപോയി. അങ്ങനെയുള്ള ആളുകളാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. വഹും യഹ്സബൂൻ, അവർ കരുതുന്നത്
ദുനിയാവിൽ വെച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ആ പ്രവർത്തികളെക്കുറിച്ച് അവർ കരുതിയിരുന്നത്, ഹിസാബ് അള്ളാഹു നടത്തുന്നതുവരെ അവർ കരുതിയിരുന്നത് അന്നഹും യുഹ്സിനൂന സുൻഅ, അവര് യുഹ്സിനൂന സുൻഅ, നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അവരുടെ സുൻഅ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തികൾ, അവരുടെ ചെയ്തികൾ അത് യുഹ്സിനൂൻ, ഇഹ്സാനാണ്, നല്ലതാണ്, പെർഫെക്റ്റാണ് എന്നാണ് അവർ കരുതിയത്. ഇതില് 2 വിഭാഗം ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ആയത്തിന്റെ പരിധിയിൽ 2 വിഭാഗം ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, വളരെ അടിസ്ഥാനപരമായ മൗലികമായ അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ ദീനിനെക്കുറിച്ചും അവന്റെ റസൂലിനെക്കുറിച്ചുമുള്ള അടിസ്ഥാനമായ മൗലികമായ വിഭാവനയിൽ തന്നെ പാളിച്ച സംഭവിച്ച് തെറ്റിയിട്ട് വേറെന്തൊക്കെയോ ചെയ്തും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവര് അള്ളാഹിനല്ല ആരാധിക്കുന്നത്, അവരുടെ ഭാവനയിലുള്ള ചില ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്ന സാൻമാർഗിക നിർദ്ദേശങ്ങളല്ല പിന്തുടരുന്നത്, മറിച്ച് നന്മയാണ് തിന്മയാണ് എന്ന് അവർ സ്വയം സങ്കല്പിക്കുന്ന കുറെ സങ്കല്പനങ്ങളുടെ പിന്നിലാണ് അവർ പോകുന്നത്. അവർക്ക് ദീനുൽ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ അതൊന്നും ആരാധനാക്രമങ്ങളോ ഒന്നുമല്ല അവർക്ക് പ്രധാനം. അതങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവരങ്ങ് സ്വയം നന്നായി തീർന്നവരാണ്. സ്വയം നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സ്വയം നന്നായ ചില ആളുകൾ. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നത് നിർവചിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ഏതെല്ലാം നന്മയുടെ കോളത്തിൽ രേഖപ്പെടുത്തപ്പെടും, ഏതെല്ലാം തിന്മയായി അടയാളപ്പെടുത്തപ്പെടും എന്നത് അത് നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇവര് അവരുടെ യുക്തി അനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് അവര് കുറെ നന്മയുടെയും തിന്മയുടെയും പട്ടികകൾ അവര് സ്വയമായി ആവിഷ്കരിക്കും. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞത് ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അവര് കഫറൂ ബിആയാതി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ആയാത്തുകളിൽ അവിശ്വസിച്ചവരാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദൂതന്മാരെ കുറിച്ച്, അവൻ ഇറക്കിയ ദീനിനെ കുറിച്ച് മൗലികമായ വിഭാവന തന്നെ തെറ്റിപ്പോയിട്ടുള്ള ആളുകളാണവർ. അള്ളാന്റെ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ആയാത്തുകളെ 2ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹു ഉണ്ട്, അവൻ സത്യവാനാണ്, അവനെ കണ്ടുമുട്ടേണ്ടി വരും, അവൻ മനുഷ്യനെ വിചാരണ ചെയ്യും, മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാരക്ഷകൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും ശിക്ഷാരക്ഷകൾ വിധിക്കപ്പെടുകയും ചെയ്യും, സ്വർഗനരകമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അത് അള്ളാഹു ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ അധ്യായത്തിന്റെ ഒരു വിശദീകരണത്തിൽ തന്നെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിൽ ഉടനീളം അവർക്ക് നാം കാണിച്ചു കൊടുക്കും. ഒക്കെ എല്ലായിടത്തും എവിടെ തിരിഞ്ഞു നോക്കിയാലും അള്ളാഹു ഉള്ളവനാണ്, അവനെ കണ്ടുമുട്ടേണ്ടി വരും. പരലോകത്ത് വെച്ച് അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ നമ്മുടെ ചെയ്തികളെക്കുറിച്ച് ചോദിക്കും. കൃത്യമായി ഉത്തരം നൽകി എങ്കിൽ, ശരിയായ വിധത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് സ്വർഗം ഉണ്ടായിരിക്കും. ഇല്ല, ജീവിതത്തെ നിരുത്തരവാദപരമായി സമീപിച്ച ആളുകൾ
ശാശ്വതമായി നരകത്തിലേക്ക് അവർ എടുത്തെറിയപ്പെടും. ഈ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് ചക്രവാളങ്ങളിൽ ഉടനീളം സ്ഥാപിച്ചു വച്ചിട്ടുണ്ട്. ആകാശത്തിലേക്ക് നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, മലകളിലേക്ക് നോക്കൂ, കടലിലേക്ക് നോക്കൂ, കാറ്റിലേക്ക് നോക്കൂ, മഴയിലേക്ക് നോക്കൂ. ഇങ്ങനെ ദിനേന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതെല്ലാം വിരൽ ചൂണ്ടുക മാത്രമല്ല, അതെല്ലാം വളരെ സുതരാം നമ്മളോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന കാര്യം, മനുഷ്യ നീ അങ്ങ് വെറുതെ ഉണ്ടായതൊന്നുമല്ല, നിന്നെ സ്വോദ്ദേശപരമായ ഒരു സൃഷ്ടിയാക്കി അള്ളാഹു സൃഷ്ടിച്ചു വിട്ടതാണ്. മനുഷ്യ, ഈ ഭൂമുഖത്ത് നിന്നെ അള്ളാഹു താമസിപ്പിച്ചിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് അതിന് അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ജീവിതം പരീക്ഷണാർത്ഥമാണ്. മനുഷ്യ, ഈ ഭൂമുഖത്ത് നിന്റെ ജീവിതത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് നീ കരുതേണ്ടതില്ല. ഇത് വളരെ ചുരുങ്ങിയ കാലയളവിലേക്കുള്ളൊരു ചെറിയ ജീവിതം, പരീക്ഷണാർത്ഥമുള്ള ജീവിതം. യഥാർത്ഥമായ ജീവിതം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന കാര്യം വിളിച്ചോതുന്ന, അത് നിഷേധിക്കാൻ പറ്റാത്ത വിധം നമ്മെ തെര്യപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിൽ ഉടനീളം നാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവരെ നാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചക്രവാളങ്ങളുടെ കാര്യം? അതിനു പുറമെ വഫി അൻഫുസിഹിം, മനുഷ്യരിൽപ്പെട്ട ഓരോ വ്യക്തിയുടെയും ആത്മാക്കളിൽ പോലും, അവരുടെ ശരീരങ്ങളിൽ പോലും, അവരുടെ സ്വത്വങ്ങളിൽ പോലും അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവുണ്ട്. മരണാനന്തര ജീവിതത്തിനുള്ള തെളിവുണ്ട്. വിചാരണക്കും ശിക്ഷാരക്ഷകൾക്കുമുള്ള തെളിവുണ്ട്. മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ കളവാക്കുന്ന ആളുകൾ, ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ കളവാക്കുക? ഇത് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ പകൽ വെളിച്ചത്തിലും അതുപോലെ തന്നെ രാത്രിയുടെ ഇരുട്ടുകളിലും എല്ലാം നിരന്തരം അവൻ ഈ ദൃഷ്ടാന്തം കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അതുമായി ഇടപഴകുന്നു. പക്ഷേ വകഅയ്യിൻ മിൻ ആയത്തിൻ യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്ര ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു സ്ഥാപിച്ചു വെച്ചത്. ആ ദൃഷ്ടാന്തങ്ങൾ അത് ചെവിട്ടി മതിച്ച് അതിലൂടെയാണ് മനുഷ്യൻ നിരന്തരം രാപ്പകൽ ഭേദമന്യേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊന്നിനെക്കുറിച്ച് പോലും അവൻ ഗൗരവത്തിലെടുക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. വഹും അൻഹാ മുഅ്രിദൂൻ. അവൻ അതിൽ നിന്ന് തീർത്തും മുഖം തിരിച്ചവനാണ്. മനുഷ്യർ അതിൽ നിന്ന് മുഖം തിരിച്ചവരാണ്. ഇതാണ് കളവാക്കൽ. ഇത് ദൃഷ്ടാന്തങ്ങളിൽ ആയാത്തുകളുടെ ഒരു ഭാഗത്തെ കളവാക്കി. അതുകൊണ്ട് തന്നെ ഈ പ്രാപഞ്ചികമായ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഒന്നുപോലും അവനെ സ്പർശിക്കുന്നില്ല. അതവന്റെ ചിന്തക്കും അതവന്റെ പരിഗണനക്കും വരുന്നതേയില്ല. അതവൻ അവഗണിച്ച് അഗണ്യകോടിയിൽ തള്ളിയിരിക്കുകയാണ്. ഇന്ന് ഇത്തരക്കാരായ ആളുകൾ ഇത്തരം ബുദ്ധിപരമായിട്ടുള്ള, ഇത്തരം വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലെങ്കിൽ പച്ചക്ക് അവനെ തോണ്ടി വിളിച്ച് ഇതാ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങളുണ്ട്. അള്ളാഹു നബിമാരെ അയക്കും. അവരെപ്പോലെയുള്ള മജ്ജയും മാംസവുമുള്ള, വികാരവും വിചാരവുമുള്ള, കല്യാണം കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന, വിശക്കുന്ന, ജീവിക്കുന്ന, മരിക്കുന്ന, രോഗം പിടിക്കുന്ന സാധാരണ മനുഷ്യന്മാർ, പച്ചയായ മനുഷ്യർ, അവർ വന്നിട്ട് പറയാണ്, ഞാൻ അള്ളാന്റെ ദൂതനാണ്, എന്നെ അള്ളാഹ് നിയോഗിച്ചാണ് നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് അവിശ്വാസം തോന്നുന്നുവോ? എങ്കിൽ മതിയായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ ഞാൻ നിരത്താം. അവർക്ക് വേണ്ടുവോളം അയാൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ്, ദൂതനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ അത്രയും ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനീ വായിച്ചു തരാൻ പോകുന്ന കാര്യം ഇതെന്റേതല്ല, അത് എന്റെ സ്വന്തം വകയല്ല. ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. ഇത് എനിക്ക് വഹയായി, ബോധനമായി ലഭിക്കുന്നതാണ്. അത് ഞാൻ അതേപടി പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ അള്ളാഹു
അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളതാണ്, എന്റെ വചനങ്ങളല്ല, അത് നിങ്ങൾ കേട്ടുകൊള്ളുക. അങ്ങനെ വചനങ്ങൾ അള്ളാന്റെ പേര് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാന്റെ പേരിലാണ്, നമ്മളെ വകയല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ നാമത്തിൽ, ഇത് അള്ളാന്റെ പേരിൽ, ഓൺ ബിഹാഫ് ഓഫ് അള്ളാന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ചൊല്ലിക്കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ മനുഷ്യനെയും അവന്റെ വാതിന് മുട്ടി വിളിച്ച് അവന്റെ ചെവിയിൽ ഇത് ചൊല്ലിക്കേൾപ്പിച്ച്, മനുഷ്യ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല കേട്ടോ, ഇവിടം കഴിഞ്ഞാൽ യഥാർത്ഥമായ ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഈ ഐഹിക ജീവിതത്തിൽ നീ ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ചെയ്തികൾ, അവയെക്കുറിച്ച് നീ കണക്ക് പറയേണ്ടി വരും കേട്ടോ. അത് കൃത്യമായി കണക്ക് പറഞ്ഞല്ലാതെ നിനക്ക് നിന്റെ കാൽപാദം മുന്നോട്ടേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്ക്. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡൂസ് ആൻഡ് ഡോൺസ്, ഏതെല്ലാം ചെയ്യാവുന്നത്, ഏതെല്ലാമാണ് അരുതാത്തത്, അത് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ വചനങ്ങൾ അതിനും കളവാക്കുന്നു. അത് കേട്ടോ, അതൊക്കെ ആരോ അതന്ന് അറബികൾക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് നബി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാണ്. അതൊന്നും അതേപടി നമ്മൾ ചെയ്തോളുന്നില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ നല്ല തന്നെ, ചില ആളുകളൊക്കെ ചെയ്തോട്ടെ. പക്ഷെ നമുക്കിപ്പോ വേറെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നോമ്പ് നോറ്റാലും നോറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ ബുദ്ധിജീവികളെ കണ്ടിട്ടില്ലേ? വിഡ്ഢിജീവികൾ എന്ന് പറയേണ്ട കുറച്ച് ബുദ്ധിജീവി അഭിനയിക്കുന്ന ആളുകളുണ്ട്. അവര് അള്ളാന്റെ ഇങ്ങനെയുള്ള വചനങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളെയും അവർ കളവാക്കും. അങ്ങനെ കളവാക്കുന്ന ആളുകളാണ് ഈ അബദ്ധത്തിൽ പെടുക. എന്നാൽ അവർക്ക് അവരുടേതായ ചില വാല്യൂസ് ഉണ്ടാവും. വാല്യൂസ് എന്നാ പറയാം, വാല്യൂസ്. മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കി കൊടുത്ത് മുഹമ്മദ് നബി പ്രബോധനം ചെയ്തത് അത് സ്വീകരിക്കൂല. അവർക്ക് അവരുടേതായ കുറച്ച് വാല്യൂസ് ഉണ്ട്, സോഷ്യൽ വാല്യൂസ്, അല്ലാത്ത വാല്യൂസ്. നമ്മൾ വാല്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്, അത് മതിയല്ലോ. അവരുടെ വാല്യൂസ് ഈ ഭൂലോകത്ത് ഒരു നന്മയും വരുത്തില്ല എന്നല്ല, തിന്മയുടെ കേദാരമാക്കി തീർക്കും ഈ ഭൂലോകത്തെ. അങ്ങനത്തെ വാല്യൂസാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇവിടെ വലിയ വാല്യൂസ് പറയുന്ന കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഫേസ്ബുക്കിലും അല്ലാത്തടത്തുമൊക്കെ ലൈവിൽ വന്നിട്ട് കുറച്ച് വാല്യൂസ് ചിലക്കുന്ന കുറച്ച് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആണായിട്ടുമുണ്ട് പെണ്ണായിട്ടുമുണ്ട്. അവന്മാരൊക്കെ എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയത്, അവരുടെ കുടുംബത്തിലുണ്ടാക്കിയത്, ഈ സമൂഹത്തിലുണ്ടാക്കിയത്, മാനവരാശിക്ക് നൽകിയത്. എന്നാൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള സാൻമാർഗിക നിർദ്ദേശം, റസൂലുള്ള പ്രബോധനം ചെയ്തത്, അതുണ്ടാക്കിയ മാറ്റം വേണോ? അത് ചോദിച്ചു നോക്കി. ചരിത്രത്തിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ. ചരിത്രത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ചത് റസൂലുള്ള പ്രബോധനം ചെയ്തിട്ടുള്ള സത്യസന്മാർഗത്തിന്റെ പാഠങ്ങളായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് അറേബ്യൻ മണലാരണ്യത്തില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹ് അദ്ദേഹത്തെ റസൂലായി തെരഞ്ഞെടുത്തു. അയാൾക്ക് വഹി കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ് പറഞ്ഞു, മദ്യം നിങ്ങൾക്ക് വിലക്കപ്പെട്ടിട്ടുണ്ട്, ഫജ്തനിബു, അതുകൊണ്ട് അത് നിങ്ങൾ വർജിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കും. അന്ന് ആ ശബ്ദം കേട്ടവരൊക്കെ അവരുടെ വീടുകളിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ബീപ്പകൾ തട്ടിമറിച്ചു. മദീനയുടെ തെരുവീതികൾ മദ്യമൊഴുകി. അപ്പോൾ കുടിച്ച ആളുകൾ വായിൽ വിരലിട്ടിട്ട് പോലും അത് പുറത്തേക്ക് ഛർദ്ദിക്കാൻ ശ്രമിച്ചു. ആ വചനത്തിന്റെ ശക്തി ആലോചിച്ചു നോക്കൂ. ഇങ്ങ് ഒരു 1.5 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, 1500 വർഷങ്ങൾക്ക് ശേഷം, ഇങ്ങ് കേരളത്തിൽ പോലും ലക്ഷങ്ങളല്ല, ലക്ഷങ്ങളിലധികം ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ മദ്യം കൈകൊണ്ട് തൊടില്ല. മദ്യത്തിന്റെ ചഷകം അവരെ ചുണ്ടുകളെ സ്പർശിക്കില്ല.
അവർക്ക് മദ്യം വിരുദ്ധമാണ്, മദ്യം വിലക്കപ്പെട്ടതാണ്. ആ വചനത്തിന്റെ ശക്തിയാണത്. ആ വാല്യൂസിന്റെ ശക്തി അങ്ങനെയാണ്. എന്നാ ഇവന്മാരുണ്ടാക്കിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവരുള്ളത് ഉടുത്തത് വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം മക്കളെ മുന്നിൽ ഒക്കെ പ്രദർശിപ്പിക്കുന്ന വാല്യൂസിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടുന്നത് നമ്മൾ കാണുന്നത്. രണ്ട് വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറെ വാല്യൂസും പറഞ്ഞിട്ട് അവർക്ക് ചില വേലിക്കെട്ടുകളും അവർക്ക് ചില നിയമങ്ങളും അവർ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ അവരുടെ സമ്പത്തിന്റെ വലിയൊരു വിഹിതം അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കുന്നു, നീക്കിവെക്കുന്നു. ചിലപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാകാം, കുറെ കഠിനാധ്വാനം ചെയ്യുന്നു, അതിനുവേണ്ടി അവർ കുടുംബത്തെ വിട്ടിറങ്ങുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്ന കുറെ സാക്രിഫൈസ് ചെയ്യുന്ന കുറെ ത്യാഗങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകും. ആ ത്യാഗങ്ങളെ കുറിച്ചാണ് പറയണത്. അഖ്സരീന അഅ്മാല, അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, ഒരുപാട് അമൽ ചെയ്തു, പക്ഷെ എന്നിട്ട് പരാജയപ്പെട്ടു പോയ ആളുകൾ. അവര് കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, ആയാത്തുകളിൽ, രണ്ടു തരം ആയാത്തുകളിലും, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാകട്ടെ അല്ലെങ്കിൽ അവന്റെ വചനങ്ങളാകുന്ന ആയാത്തുകളാകട്ടെ, അതിനെ അവർ കളവാക്കി. വലിഖാഇഹി, അവര് വാല്യൂസിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അള്ളാഹനെ കണ്ടുമുട്ടുന്നു കരുതിയിട്ടൊന്നുമല്ല. അള്ളാഹനെ കണ്ടുമുട്ടുക എന്നതിനെയും അവർ കളവാക്കി. അതുകൊണ്ട് തന്നെ ഫഹബിത്തത്ത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, അവർക്ക് ഖിയാമത്ത് നാളിൽ വരുമ്പോ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനമൊക്കെ പാടെ വടിച്ചുകൂട്ടിങ്ങാണ്ട് അള്ളാന്റെ ത്രാസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കില്ല, അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾക്കില്ല, അവരുടെ കർമ്മങ്ങൾക്ക് തന്നെയുമില്ല. ഇത് മൂന്നുമാണ് തൂക്കപ്പെടുന്ന കാര്യങ്ങൾ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു. നളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസ് അല്ലാഹു സ്ഥാപിക്കും. ആ തുലാസിൽ തൂക്കപ്പെടുന്നത് മനുഷ്യരെയാണ്. ഇവരെ തൂക്കിയാൽ ഇവർക്കൊരു ഖനമല്ല, ഖനമില്ലാത്ത വസ്തുക്കൾ, ഒരു ഖനവും തൂങ്ങാത്ത ചവറുകൾ, ഇവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ കൊണ്ടുവന്ന് വെച്ചു നോക്കും. അതിൽ ഖനമുള്ള എന്തിനെങ്കിലും കൊള്ളാവുന്ന ഒരു കർമ്മം വേണ്ടേ, ഒരു ചെയ്തി വേണ്ടേ, ഒരു പ്രവർത്തനം വേണ്ടേ? അതുകൊണ്ട് തന്നെ ആ ഏടുകൾ ഒട്ടും കനം തൂങ്ങാത്ത ചവറുകൾ, അവരുടെ കർമ്മങ്ങളൊക്കെ പാടെ വാരിക്കൂട്ടി ഇതിൽ വെച്ചാൽ അത് ആ തുലാസിന് അനക്കില്ല, ഒരു ഭാരം അതിനുണ്ടാവില്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, ഖിയാമത്ത് നാളിൽ അവർക്ക് നാം ഒരു ഭാരവും കൽപ്പിക്കൂല. ഇതാണ് അസ്ലൻ വ അവലൻ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ചെന്നു ചേരുന്ന ഒന്നും കൂടെ ഉണ്ട്. ഇതേ സ്വഭാവം കൊണ്ട്, അതങ്ങനെയാണല്ലോ ശറഅന്റെ ഹുക്കുമുകള്, ഇന്നമാഹി ഔസാഫ് വഹ്കാം, ഔസാഫുകളും ഔസാഫുകൾക്കനുസരിച്ചിട്ടുള്ള അഹ്കാമുകളുമാണ്. ഇതേ ഔസാഫ് ഉണ്ടാവുമ്പോ ഇതേ അഹ്കാമൊക്കെ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാള് ധാരാളം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, ബാങ്കിന് ജവാബ് കൊടുക്കുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് ചെറിയ തകരാറ് സംഭവിച്ചു. പാളിച്ച ചെറുതല്ല, വമ്പിച്ച പാളിച്ച സംഭവിച്ചു. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വളരെ ക്ലീനായിട്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ഖുതുബത്തുൽ ഹാജ, തന്റെ അനുചരന്മാരെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സദസ്സിലിരുന്ന് അവരെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ
ആ സന്ദർഭത്തിൽ റസൂലുള്ള തന്റെ സംസാരം ആരംഭിക്കുന്നത് ഖുതുബത്തുൽ ഹാജ കൊണ്ടാണ് എന്നറിയാത്ത ആരുമില്ല. ഒരു കാലത്ത് ഖുതുബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുമായിരുന്നില്ല. ഇന്ന് ഖുതുബത്തുൽ ഹാജ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഏതെല്ലാം ഘട്ടങ്ങളിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ റസൂലുള്ള ഖുതുബത്തുൽ ഹാജ നടത്താറുണ്ടായിരുന്നു എന്നും ഖുതുബത്തുൽ ഹാജയുടെ ലഫ്ള് ഖുർആനിലെ ഒരു അധ്യായം ഞങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കുന്നത് പോലെ ചൊല്ലിപ്പഠിപ്പിക്കാറുള്ളത് പോലെ റസൂലുള്ള ഞങ്ങൾക്ക് ചൊല്ലിപ്പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ ഹദീസിലുള്ളതാണ്. ആ ഖുതുബത്തുൽ ഹാജന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് ഇമാം മുസ്ലിം തന്റെ സഹീഹില്, ഇമാം മുസ്ലിം എന്നുള്ളത് ഞാൻ ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു കിതാബ് എന്ന് പറഞ്ഞു, മുസ്ലിമിന് മാത്രമേ ഉള്ളൂ എന്നൊന്നും കരുതണ്ട. ബാക്കി മുഹദ്ദിസീങ്ങൾ ഫീ മുദവ്വനാത്തിൽ മുസ്ലിമീൻ അതിലൊക്കെ ഉണ്ട് സഹീഹ ഹദീസ്. ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ളത് അത് റസൂലുള്ള കാണിക്കാത്ത നൂതനമായി പുതിയതായി പിന്നീട് പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ നൂതനമായി സൃഷ്ടിക്കുന്ന അപനിർമ്മിതികൾ അവയാണ് ബിദ്അത്തുകൾ. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ബിദ്അത്ത് എന്നുള്ള വാക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാള എൻട്രിയാണെന്ന്. മലയാള ഭാഷയിലെ ഒരു വാക്ക് പോലെ അത്രയും ലളിതമായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ള ജീവിതത്തിൽ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത, റസൂലുള്ള നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ദീനിൽ ആരെങ്കിലും നിർമ്മിച്ചാൽ, പുതുതായി നിർമ്മിച്ചാൽ ആ അപനിർമ്മിതിക്കാണ് ബിദ്അ എന്ന് പറയാം. ഫകുല്ല ബിദ്അത്തിൻ ളലാലഹ്, ഇങ്ങനെ റസൂലുള്ള പ്രവർത്തിക്കുകയോ റസൂലുള്ള നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത, റസൂലുള്ളാന്റെ അമ്ര കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. ബിദ്അത്തുകളെല്ലാം ളലാല, അത് വഴികേടുകളാണ്. അതാണ് പാളിച്ച സംഭവിച്ച പ്രവർത്തനങ്ങൾ, തെറ്റിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ വഴിതെറ്റിയ ഈ പ്രവർത്തനങ്ങൾ അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ കേട്ടില്ലേ, ആമലാൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ബിദ്അത്ത് ചെയ്ത് വന്ന ആൾക്കാർ അവസാനം കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചു വന്നാലും അവർ നരകത്തിൽ, അതികഠിനമായ നരകത്തിൽ കൊണ്ടുപോയി അവരെ കരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇങ്ങനെ വഴിതെറ്റിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അത് നരകത്തിലെ ചെന്നടങ്ങൂ. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്നവർ സൂക്ഷിച്ചോളുക. നിങ്ങളൊരു പോട്ട് ചെയ്യുക എന്നത് അതല്ല വിഷയം. നമ്മളൊരുപാട് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. ചെയ്യുന്നത് കൃത്യമാക്കാൻ വേണ്ടി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും കാണിച്ചു തന്നതുമായ കാര്യം മാത്രം ചെയ്യാം. ഇഖ്തിസാദുൻ ഫീ സുന്നത്തിൻ ഖൈറുൻ മിൻ ഇജ്തിഹാദിൻ ഫീ ബിദ്അ. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉപദേശമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇജ്തിഹാദുൻ ഇഖ്തിസാദുൻ ഫീ സുന്ന, റസൂലുള്ള ചെയ്ത് കാണിച്ചു തന്ന റസൂലുള്ളാന്റെ ചര്യ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് മിതമായി ചെയ്യലാണ്. ഖൈറുൻ മിൻ ഇജ്തിഹാദിൻ ഫീ ബിദ്അ, റസൂലുള്ള കാണിക്കാത്ത, അവിടുത്തെ കൽപ്പനയില്ലാത്ത, നിർദ്ദേശമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. കാരണം അങ്ങനെ ചെയ്യുന്നത് അത് മുഹ്ദസാത്താണ്, ബിദ്അത്താണ്, ബിദ്അത്തുകൾ ളലാലത്താണ്, ളലാലത്ത് നരകത്തിലേക്കാണ്. ചിലർക്ക് ഇപ്പം റമളാനില് അങ്ങോട്ട് നിസ്കരിച്ചു വിടണം, എന്തൊക്കെ കൊണ്ട് കാട്ടിക്കൂട്ടണം. റമളാൻ തീരണീന്റെ മുമ്പ് തന്നെ ആവേശം തീരും, ആവേശ കമ്മിറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, മറിച്ച് റമളാനിൽ നബി ചെയ്തതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് പതിവായി ചെയ്യാം. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അത് നമുക്ക് നിത്യായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അള്ളാഹ്ക്ക് ഇഷ്ടം.
നിങ്ങൾ നിത്യമായി ചെയ്യുന്ന റസൂലുള്ള ചെയ്ത കാര്യം തന്നെയായിരിക്കണം. നിങ്ങൾ സ്വന്തമായിട്ടൊന്നും കൂട്ടരുത്. ഒരു കാര്യം നബി ചെയ്തോ ഇല്ല നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അതവിടെ ഹോൾഡ് ചെയ്യേ. അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകളോട് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യാം. അത് വിവരം കിട്ടുന്നത് വരെ തൽക്കാലം ചെയ്യട്ടെ, ശരിയാകുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യല്ലേ, നിർത്തിവെക്ക്. വിവരമുള്ള ആളുകളോട് ചോദിക്കുക. ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്. പലരെയും ഞങ്ങൾ കാണാം. വലിയ 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 കർമ്മങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുന്നു മാത്രം. 2 വാക്കുകൾ ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്കുകളാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് അത് ഉച്ചരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏറ്റവും എളുപ്പമാണ്. എന്നാൽ മീസാനിലാണെങ്കിൽ അത് ഏറ്റവും കനം തൂങ്ങുന്നതാണ്. റസൂലുള്ള പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒന്ന് തസ്ബീഹ് മറ്റൊന്ന് തഹ്മീദ്. അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ അതേ പോരാ, ഓൽക്ക് അതൊന്നും പോരാ. ഓലയിലൊന്നും പെടാത്ത ഹറായിബ് ഓൽക്ക് കുറച്ച് ഗരീബ് കിട്ടണം. അജായിബുമാണ്, ഹറായിബുമാണ്. പുതുമ തേടി വിചിത്രമായതിന്റെ പിന്നാലെ പോകും. എന്നിട്ട് അവിടെ പോയി അവിടെ മാന്തി ഇവിടെ മാന്തി അവസാനം മൂക്കുത്തി വീഴുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇബ്നു മസ്ഊദിന്റെ വാക്ക്. ഇബ്നു മസ്ഊദ് ആരാണ്? അഫ്ഖഹു ഫുഖഹാഇസ് സ്വഹാബ, സ്വഹാബ കിറാം റിളവാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അവരിൽ തന്നെ ഏറ്റവും പാണ്ഡിത്യമുണ്ടായിരുന്ന സ്വഹാബി വര്യനാണ്. അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത്, റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടത് മിതമായി നിങ്ങൾ ചെയ്യൂ. അതിൽ മിതത്വം പാലിക്കലാണ് ചര്യയിൽപ്പെടാത്ത കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം. അതുകൊണ്ട് തന്നെ ആ ആയത്ത് വളരെ വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വചനാണ്. പ്രത്യേകിച്ച് റമളാനിൽ ആവേശ കമ്മിറ്റിക്കാരുണ്ടാകുന്ന കാലാണല്ലോ. അപ്പൊ ഏറ്റവും പ്രസക്തമായൊരു വചനാണിത്. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. അത്തരക്കാർക്ക് പരലോകത്ത് വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകും, അവർക്കൊരു വെയിറ്റും ഉണ്ടാവില്ല. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. കാരണം അവർക്ക് ഈ പ്രതിഫലം ഇങ്ങനെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം ذلك جزاؤهم جهنم, അവരുടെ ജസാ ജഹന്നമാണ്, നരകമാണ്. അതിനുള്ള കാര്യം ബിമാ കഫറു, അതിന്റെ കാരണം അവർക്ക് അള്ളാഹുവിലും അന്ത്യനാളിലും അള്ളാഹിന്റെ ദൂതന്മാരിലും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും ഒന്നും അവർക്ക് വിശ്വാസമല്ല. അവർക്ക് വിശ്വാസം അവരുടെ ബുദ്ധിയിലാണ്, അവരുടെ യുക്തിയിലാണ്, അവരുടെ വാല്യൂസിനാണ്, അവരുടെ കാഴ്ചപ്പാടുകളാണ്. അവർക്ക് അവരുടെ ഔട്ട്ലുക്ക് ഉണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് മൈ ലൈഫ് മൈ റൂൾ, ബനിയത്തുമൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് നടക്കണതാണ് കുറെ കോന്തന്മാര്, കണ്ടിട്ടില്ലേ? മൈ ലൈഫ് മൈ റൂൾ. അവർക്ക് അവരുടെ മൈ ലൈഫ് മൈ റൂളിന്റെ ആൾക്കാരാണ് അവർ. അവരെന്ത് ചെയ്തു? അവര് കഫറു, അവരവിശ്വസിച്ചു. വത്തഖദു ആയാതി വറുസുലി ഹുസുവ, എന്റെ വചനങ്ങളെയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും എന്റെ ദൂതന്മാരെയും അവർ പരിഹസിച്ചു. എന്റെ വചനങ്ങളും എന്റെ ദൃഷ്ടാന്തങ്ങളും അല്ല, അവരുടെ കുയുക്തികളാണ് വലുത്. ഞാൻ നിയോഗിച്ചയച്ചു കൊടുത്ത ദൂതന്മാരല്ല, അവരുടെ തലച്ചോറാണ് അവർക്ക് വലുത്. എന്റെ ദൂതന്മാരെ, എന്റെ വചനങ്ങളെ, എന്റെ ദൃഷ്ടാന്തങ്ങളെ അവര് ഹുസുവ, പരിഹാസപാത്രമാക്കി തീർത്തു. അതുകൊണ്ടാണ് അവർക്ക് പരലോകത്ത് നരകം തന്നെ അള്ളാഹു ശിക്ഷയായി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്. രണ്ടർത്ഥത്തില് ഈ വാല്യൂസിന്റെ ആൾക്കാരും ശ്രദ്ധിക്കുക, ബിദഅത്തിന്റെ ആൾക്കാരും ശ്രദ്ധിക്കുക. രണ്ടും ഒന്ന് തള്ള, മറ്റേതിന്റെ പിള്ള, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തം അത്തസ്ലീം ലില്ലാഹി അസ്സ വജൽ. അല്ലാഹ് പറഞ്ഞു, കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മുടെ ഉടമ, അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, അവനാണ് എന്നെ പരിപാലിക്കുന്നത്, അവനാണ് നമുക്ക് വേണ്ട എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, കേട്ടു, ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ തസ്ലീം, അതിൽ നിന്നാണ് ഒരു മുസ്ലിം എന്നുള്ള ഒരു വ്യക്തി തന്നെ രൂപപ്പെടുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന നാമം തന്നെ ഈ ആത്മാർപ്പണത്തിന്റെ, ഈ സർവാർപ്പണത്തിന്റെ പേരാണ് മുസ്ലിം, ഇസ്ലാം എന്ന് പറയുന്നത്.
وبهذا القدر يكتفي اليوم، واسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة إنه على كل شيء قدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.